സിനിമയെ പറ്റി ഒരു രണ്ട് വാക്ക്. ഇതൊരു ത്രില്ലർ പടമാണ്. ഒരു പക്ക നമുക്ക് നേരിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, പിന്നെ അതിനോടനുബന്ധിച്ച് ഒരു വുമണത്തെ ഒരു ഇതിലെ മെയിനൊരു കഥാപാത്രമായിട്ടാണ് വരുന്നത്. എല്ലാവർക്കും ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. സ്ത്രീകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഈ ഒരു സിനിമയിൽ. സ്ത്രീകൾക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതൊക്കെ പറഞ്ഞത് ശരിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ ഫിലിംസിൽ അതിൽ 100% ഒരു വുമൻസ് ഓറിയൻറ്റഡ് അല്ല, എന്നാലും സ്ത്രീകൾക്ക് 80% നന്നായിട്ടൊരു പ്രാധാന്യമുണ്ട്. ഈ ത്രില്ലർ സിനിമകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിസ്റ്റും അടുത്ത എന്താ നടക്കുന്നതെന്ന് ഈ ജിത്തു ജോസഫ് സിനിമകളിലേക്ക് അത്തരം ഒരു സിനിമയാണ്. ഈ അടുത്ത നിമിഷം എന്താ നടക്കുക അത്രത്തോളം ആ ഒരു ഇതിൽ നന്നായിട്ട് സസ്പെൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഓരോ ആക്ടർ അതിൽ അഭിനയിച്ച ഓരോരുത്തർക്കും നമുക്ക് പോലും അതിലെന്തോ സംഭവിക്കുന്നത് മനസ്സിലാവില്ല. അതായത് ഞങ്ങൾക്ക് ലാസ്റ്റ് എന്തൊക്കെയാണ് അതിൽ ഉണ്ടാവണേന്നൊക്കെ നമുക്കിന്നൊരു കൺഫ്യൂഷൻ വരും. അതുപോലെ പക്ഷേ മൊത്തത്തിൽ നമ്മൾ ലാസ്റ്റ് മൂവിയായിട്ട് നമ്മൾ റിവ്യൂ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ കാണുന്ന ആൾക്കാർക്ക് ഇതുപോലെ നല്ലൊരു ത്രില്ലർ തന്നെയായിരിക്കും. ഓക്കെ, താങ്ക് യു മാം.